ഹലോ, ഫാബ്സോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ വശങ്ങളുടെ നീളങ്ങളിലെ മാറ്റം ഒരേ തോതിലാണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാൽ ഈ കാര്യം തിരിച്ചും ശരിയാകുമോ? അതായത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഒരേ തോതിൽ ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യുമ്പോൾ കോണുകൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയ ത്രികോണവും വലിയ ത്രികോണവും തന്നിരിക്കുന്നു. രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങളും തന്നിട്ടുണ്ട്. നോക്കൂ, ചെറിയ ത്രികോണത്തിൻ്റെ വലിയ വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ ആണ്. 5ൻ്റെ 1/2 മടങ്ങ്, അതായത് 5 × 3/2 = 7.5 സെൻറ്റിമീറ്റർ അല്ലേ വലിയ ത്രികോണത്തിൻ്റെ വലിയ വശം? മറ്റു വശങ്ങളും നോക്കൂ. ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ എല്ലാം 1/2 മടങ്ങാണ് വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവയുടെ കോണുകളെ പറ്റി എന്തു തോന്നുന്നു? രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളായിരിക്കുമോ? നോക്കാം. നമുക്ക് ചെറിയ ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ വലിയ ത്രികോണത്തിലെ വശങ്ങളിൽ അടയാളപ്പെടുത്തി ആ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചു നോക്കാം. ഇപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ അളവുകൾ ഭാഗിക്കപ്പെട്ടല്ലോ അല്ലേ? ത്രികോണത്തിൽ വരച്ച പുതിയ വര താഴത്തെ വശത്തെയും വലതുവശത്തെയും ഒരേപോലെയല്ലേ ഭാഗിക്കുന്നത്? അതായത് ഇവിടെ ഭാഗം ചെയ്ത അംശബന്ധങ്ങൾ തുല്യമാണ്. രണ്ട് വശങ്ങളും 1:2 എന്ന അംശബന്ധത്തിലല്ലേ ഭാഗിക്കപ്പെട്ടത്? സമാന്തര വരകൾ എന്ന പാഠത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പഠിച്ചിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അതെ, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. ഇനി നമ്മുടെ ചിത്രത്തിൽ നോക്കൂ, ഈ പുതിയ വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമല്ലേ? അങ്ങനെയെങ്കിൽ ഈ സമാന്തര വരകൾ ത്രികോണത്തിൻ്റെ താഴത്തെ വശവുമായി ഒരേ ചെരിവിലല്ലേ? അതായത് താഴത്തെ വശവുമായി ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. ഈ കോണുകളിൽ ഒന്ന് വലിയ ത്രികോണത്തിലെയും ഒന്ന് അതിനുള്ളിലെ ചെറിയ ത്രികോണത്തിലെയുമല്ലേ? ഇനി രണ്ട് ത്രികോണങ്ങളിലെയും മറ്റു കോണുകളോ? അതെ, രണ്ട് ത്രികോണങ്ങളിലും ഒരേ കോണുകളാണ്. ചിത്രം ഒന്നുകൂടി നോക്കൂ. ചെറിയ ത്രികോണത്തിൻ്റെ മൂന്നാം വശത്തിൻ്റെ നീളം മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെങ്ങനെ കണ്ടെത്തും? നമ്മുടെ വലിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെ നീളം എത്രയായിരുന്നു? 7.5 സെൻറ്റിമീറ്റർ, അഥവാ 15/2. ചെറിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെ നീളമോ? 5 സെൻറ്റിമീറ്റർ. നോക്കൂ, 5 എന്നത് 7.5ൻ്റെ 2/3 ഭാഗമല്ലേ? അതായത് 15/2 × 2/3 = 5. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെ 2/3 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശം. മറ്റേ വശവും ഇങ്ങനെ തന്നെയാവില്ലേ? അതായത് 6ൻ്റെ 2/3 ഭാഗമാണ് 4. അങ്ങനെയെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാം വശത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാവണ്ടേ? വലിയ ത്രികോണത്തിൻ്റെ മൂന്നാം വശം 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ 2/3 ഭാഗം എന്നത് 2/3 × 3 = 2 സെൻറ്റിമീറ്റർ ആണ് ചെറിയ ത്രികോണത്തിൻ്റെ മൂന്നാം വശം. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് രണ്ട് ത്രികോണങ്ങളിലൂടെയായിരുന്നു. നോക്കൂ, അതിലെ ചെറിയ ത്രികോണമല്ലേ ഇത്? വലിയ ത്രികോണത്തിനകത്തുള്ള ചെറിയ ത്രികോണത്തിലെയും പുറത്തുള്ള ഈ ത്രികോണത്തിലെയും വശങ്ങൾക്ക് ഒരേ നീളമാണ്. അതിനാൽ അവയ്ക്ക് ഒരേ കോണുകളുമാണ്. വലിയ ത്രികോണത്തിൻ്റെ കോണുകളും അതിനുള്ളിലെ ചെറിയ ത്രികോണത്തിൻ്റെ കോണുകളും ഒന്നുതന്നെയാണെന്ന്
നാം അല്പം മുൻപ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ വശങ്ങളുടെ നീളവും മാറ്റത്തിൻ്റെ തോതും എല്ലാം മാറ്റി പുതിയ ത്രികോണം ഉണ്ടാക്കുമ്പോഴും രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകൾ തന്നെയാണ്. ഇനി ഈ ഒരു കാര്യം ബീജഗണിത രീതിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇപ്പോൾ കാണുന്ന ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ എ, ബി, സി എന്നിങ്ങനെയാണ്. 3 വശങ്ങളുടെയും കെ മടങ്ങെടുത്തുണ്ടാക്കിയ പുതിയ ത്രികോണമാണിത്. അപ്പോൾ ഈ പുതിയ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര വരും? അതെ, കെ എ, കെ ബി, കെ സി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെറിയ ത്രികോണത്തിലെ 2 വശങ്ങളുടെ നീളം വലിയ ത്രികോണത്തിലെ വശങ്ങളിൽ അടയാളപ്പെടുത്തി ആ ബിന്ദുക്കൾ യോജിപ്പിക്കാം. ഇപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളങ്ങൾ ഭാഗിക്കപ്പെട്ടതായി കാണാം. നോക്കൂ, ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടായ വര വലിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തെയും വലതുവശത്തെയും ഒരേ അംശബന്ധത്തിലല്ലേ ഭാഗിക്കുന്നത്? അതായത് കെ കുറയ്ക്കണം 1:1 എന്ന അംശബന്ധത്തിൽ. അതിനാൽ ഈ വര ത്രികോണത്തിൻ്റെ ഇടതുവശത്തിന് സമാന്തരമാണ്. അപ്പോൾ ഈ സമാന്തര വരകൾ താഴത്തെ വശവുമായി ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമാണെന്നും തുടർന്ന് 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണെന്നും നമുക്ക് കിട്ടുന്നു. കോണുകൾ തുല്യമായതിനാൽ ഇവ രണ്ടിൻ്റെയും വശങ്ങളുടെ മാറ്റവും ഒരേ തോതിലാണ്. വലിയ ത്രികോണത്തിലെ താഴത്തെ വശത്തിൻ്റെ 1/k ഭാഗമാണ് അതിനുള്ളിലെ ത്രികോണത്തിൻ്റെ താഴത്തെ വശം. അപ്പോൾ മറ്റു വശങ്ങളുടെയും മാറ്റത്തിൻ്റെ തോത് 1/k തന്നെ. വലിയ ത്രികോണത്തിലെ 3-ാം വശം കെ സി ആണല്ലോ. അതിൻ്റെ 1/k മടങ്ങ് എന്ന് പറയുമ്പോൾ സി നീളത്തിലാണ് ചെറിയ ത്രികോണത്തിൻ്റെ 3-ാം വശം. ഇനി വലിയ ത്രികോണത്തിനകത്തും പുറത്തുമുള്ള ത്രികോണങ്ങൾ നോക്കൂ. അതെ, അവയുടെ രണ്ടിൻ്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. ആയതിനാൽ കോണുകളും തുല്യമാണ്. അപ്പോൾ ചെറിയ ത്രികോണത്തിനും വലിയ ത്രികോണത്തിനും ഒരേ കോണുകളാണ്. പൊതുവായി പറഞ്ഞാൽ 2 ത്രികോണങ്ങളുടെ വശങ്ങളുടെ എല്ലാം നീളത്തിൻ്റെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവയ്ക്ക് ഒരേ കോണുകളുമാണ്. ഇനി ഒരു ചോദ്യം. തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ കോണുകൾ മാറാതെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള 2 ത്രികോണങ്ങൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? അതെ, വശങ്ങൾ ഒരേ തോതിലാക്കി മാറ്റിയാൽ മതി. 3 വശങ്ങളുടെ നീളങ്ങളും ഇരട്ടിയാക്കിയും 5/2 മടങ്ങെടുത്തുമെല്ലാം വരച്ച ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം ഒരേ തോതിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ ചുറ്റളവുകളും അതേ തോതിലാണോ മാറുന്നത്? പരപ്പളവോ? ആദ്യം നമുക്ക് ചുറ്റളവിൻ്റെ കാര്യം നോക്കാം. നോക്കൂ, 2 ത്രികോണങ്ങൾ. ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എ, ബി, സി എന്നിങ്ങനെയാണ്. ഇവയുടെ കെ മടങ്ങാണ് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ. അതായത് കെ എ, കെ ബി, കെ സി. ആദ്യത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? അതെ, എ കൂട്ടണം ബി കൂട്ടണം സി. രണ്ടാമത്തേതിൻ്റെയോ? കെ എ കൂട്ടണം കെ ബി കൂട്ടണം കെ സി. ഇതിനെ കെ ഗുണനം എ പ്ലസ് ബി പ്ലസ് സി എന്നും എഴുതാമല്ലോ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവായ എ പ്ലസ് ബി പ്ലസ് സിയുടെ കെ മടങ്ങാണ് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അതായത് വശങ്ങളുടെ നീളങ്ങൾ മാറുന്ന അതേ തോതിലാണ് ചുറ്റളവും മാറുന്നത്. ഇനി പരപ്പളവോ? ഈ 2 ത്രികോണങ്ങൾ തന്നെ ഉപയോഗിച്ച് പറയാം. അല്പം മുൻപ് പറഞ്ഞതനുസരിച്ച് ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണല്ലോ. നമുക്കറിയാം, ത്രികോണങ്ങളുടെ പരപ്പളവ് കാണുമ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളവും എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരവും ആവശ്യമാണ്. ഇവിടെ 2 ത്രികോണങ്ങളിലും
താഴത്തെ വശങ്ങളിലേക്ക് എതിർമൂലയിൽ നിന്നും ലംബം വരയ്ക്കാം. രണ്ട് ത്രികോണങ്ങളിലും താഴത്തെ വശത്തിൻ്റെ രണ്ടറ്റത്തുമുള്ള കോണുകൾ എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി എന്നിങ്ങനെയാണ്. ഇനി രണ്ട് ത്രികോണങ്ങളിലെയും ഇടതുഭാഗത്തുള്ള മട്ടത്രികോണങ്ങൾ മാത്രം നോക്കൂ. രണ്ടിലും എക്സ് ഡിഗ്രി, 90 ഡിഗ്രി, 90 മൈനസ് എക്സ് ഡിഗ്രി എന്നിങ്ങനെയാണല്ലോ കോണുകൾ. ഒരേ കോണുകളായതിനാൽ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലായിരിക്കും. നീല മട്ടത്രികോണത്തിൻ്റെ കർണം ബിയും പച്ച മട്ടത്രികോണത്തിൻ്റെ കർണം കെ ബിയുമാണ്. അതായത് മാറ്റത്തിൻ്റെ തോത് കെ ആണ്. അപ്പോൾ നീല ത്രികോണത്തിലെ ലംബം എച്ച് എന്നെടുത്താൽ പച്ച ത്രികോണത്തിലെ ലംബം എന്തു വരും? അതെ, കെ എച്ച്. ഇനി മുഴുവൻ ത്രികോണങ്ങൾ രണ്ടിൻ്റെയും പരപ്പളവ് കണ്ടുപിടിക്കാമല്ലോ. നീല ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം അര ഗുണനം എ ഗുണനം എച്ച് സമം അര എ എച്ച്. പച്ച ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം അര ഗുണനം കെ എ ഗുണനം കെ എച്ച് സമം അര കെ സ്ക്വയർ എ എച്ച്. അതിനെ നമുക്ക് കെ സ്ക്വയർ അര എ എച്ച് എന്നും എഴുതാം. അപ്പോൾ പരപ്പളവ് മാറുന്ന തോത് വശങ്ങൾ മാറുന്ന തോത് തന്നെയാണോ? അല്ല, പക്ഷേ അതിൻ്റെ വർഗമാണ്. ഇന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നുപോയി. പ്രധാനമായും ഓർത്തിരിക്കേണ്ട വസ്തുത എന്താണ്? യെസ്, രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ എല്ലാം നീളത്തിൻ്റെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവയ്ക്ക് ഒരേ കോണുകളുമാണ്. ത്രികോണങ്ങളുടെ മറ്റു വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ചോദ്യം 1. ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ അതേ കോണുകളും വശങ്ങളുടെ നീളം 1/4 മടങ്ങുമായ ത്രികോണം വരയ്ക്കുക. ഉത്തരം 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ അളവുകളിൽ വരയ്ക്കുന്ന ത്രികോണം ആദ്യ ത്രികോണത്തിൻ്റെ 1/4 മടങ്ങായിരിക്കും. ചോദ്യം 2. ഒരു ചതുർഭുജത്തിൻ്റെ ചിത്രം നോക്കൂ. എ. ഇതേ കോണുകളും വശങ്ങളുടെ നീളമെല്ലാം 1/2 മടങ്ങുമായ ചതുർഭുജം വരയ്ക്കുക. ബി. കോണുകൾ വ്യത്യസ്തവും വശങ്ങളുടെയെല്ലാം നീളം ഇതിൻ്റെ വശങ്ങളുടെ 1/2 മടങ്ങുമായ ചതുർഭുജം വരയ്ക്കുക. ഉത്തരം എ. വികർണം ഉൾപ്പെടെ എല്ലാ വശങ്ങളും 1/2 മടങ്ങ് വർദ്ധിപ്പിച്ച് ഒരു ചതുർഭുജം വരയ്ക്കുക. 4 ഗുണം 1/2 സമം 4 ഗുണം 1.5 സമം 6 സെൻറ്റിമീറ്റർ. 2 ഗുണം 1/2 സമം 2 ഗുണം 1.5 സമം 3 സെൻറ്റിമീറ്റർ. 3 ഗുണം 1/2 സമം 3 ഗുണം 1.5 സമം 4.5 സെൻറ്റിമീറ്റർ. 5 ഗുണം 1/2 സമം 5 ഗുണം 1.5 സമം 7.5 സെൻറ്റിമീറ്റർ. 6 ഗുണം 1/2 സമം 6 ഗുണം 1.5 സമം 9 സെൻറ്റിമീറ്റർ. ബി. വികർണമൊഴികെ എല്ലാ വശങ്ങളും 1/2 മടങ്ങ് വർദ്ധിപ്പിച്ച് ഒരു ചതുർഭുജം വരയ്ക്കുക. ചോദ്യം 3. ചിത്രത്തിൽ ത്രികോണം എ ബി സിയുടെ വശങ്ങൾ 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ വീതവും ത്രികോണം പി ക്യു ആറിൻ്റെ വശങ്ങൾ 10 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ വീതവുമാണ്. എ. കോൺ ബി സമം എക്സ് ഘാതം 0 ആയാൽ കോൺ ക്യു എത്ര? ബി. എയിൽ നിന്നും ബി സിയിലേക്കുള്ള ലംബം എ ഡിയും പിയിൽ നിന്ന് ക്യു ആറിലേക്കുള്ള ലംബം പി എസുമാണ്. ത്രികോണം എ ബി ഡി, ത്രികോണം പി ക്യു എസ് എന്നിവയുടെ കോണളവുകൾ എഴുതുക. സി. എ ഡിയുടെ എത്ര മടങ്ങാണ് പി എസ്? ഡി. ത്രികോണം എ ബി സിയുടെ പരപ്പളവിൻ്റെ എത്ര മടങ്ങാണ് ത്രികോണം പി ക്യു എസിൻ്റെ പരപ്പളവ്? ഉത്തരം എ. കോൺ ക്യു സമം എക്സ് ഡിഗ്രി. ബി. കോൺ ബി സമം കോൺ ക്യു.
കോൺ എ ഡി ബി സമം കോൺ പി എസ് ക്യു. കോൺ ബി എ ഡി സമം കോൺ ക്യു പി എസ്. സി 2 മടങ്ങ്, ഡി 4 മടങ്ങ്. ചോദ്യം 4. ചിത്രത്തിൽ കോൺ എ സമം കോൺ പി, കോൺ ബി സമം കോൺ ക്യു, എ ബി സമം 9 സെൻറ്റിമീറ്റർ, എ സി സമം 10 സെൻറ്റിമീറ്റർ, പി ആർ സമം 20 സെൻറ്റിമീറ്റർ എങ്കിൽ ചിത്രം നിരീക്ഷിച്ച് എ പി ക്യുവിൻ്റെ നീളം എന്ത്? ബി എ ബി സിയുടെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയാൽ പി ക്യു ആറിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? സി എ ബി സിയുടെ പരപ്പളവ് 30√2 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. പി ക്യു ആറിൻ്റെ പരപ്പളവ് എന്താണ്? ഉത്തരം: ചിത്രത്തിൽ കോൺ എ സമം കോൺ പി, കോൺ ബി സമം കോൺ ക്യു. അതുകൊണ്ട് ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ എന്നിവ സദൃശ ത്രികോണങ്ങളാണ്. എ ബി ബൈ പി ക്യു സമം എ സി ബൈ പി ആർ. 9 ബൈ പി ക്യു സമം 10 ബൈ 20. പി ക്യു സമം 9 × 20 ബൈ 10 സമം 18 സെൻറ്റിമീറ്റർ. ബി ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ. ത്രികോണം പി ക്യു ആറിൻ്റെ ചുറ്റളവ് 2 × 30 സമം 60 സെൻറ്റിമീറ്റർ. സി ത്രികോണം എ ബി സിയുടെ പരപ്പളവ് സമം 30√2 ചതുരശ്ര സെൻറ്റിമീറ്റർ. ത്രികോണം പി ക്യു ആറിൻ്റെ പരപ്പളവ് സമം 4 × 30√2 സമം 120√2 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചോദ്യം 5. കോൺ ബി സമം കോൺ ഡി സമം കോൺ ഇ സി എ സമം 90 ഡിഗ്രി. ബി സി സമം ഡി സി സമം 4 സെൻറ്റിമീറ്റർ. ഇ ഡി സമം 3 സെൻറ്റിമീറ്റർ എങ്കിൽ എ ഇ സിയുടെ നീളം എന്ത്? ബി കോൺ ഇ സി ഡി സമം എക്സ് ആയാൽ കോൺ എ സി ബി എത്രയാണ്? സി എ ഇയുടെ നീളം എന്ത്? ഡി സി ഇ ഈസ്റ്റു എ സി ഈസ്റ്റു എ ഇ കാണുക. ഉത്തരം എ ഇ സി സമം √3² + 4² സമം 5 സെൻറ്റിമീറ്റർ. ബി കോൺ ഇ സി ഡി സമം എക്സ് ഡിഗ്രി. അതുകൊണ്ട് കോൺ എ സി ബി സമം 90 - എക്സ് ഡിഗ്രി. സി ത്രികോണം ഇ ഡി സി, ത്രികോണം എ ബി സി ഇവ സദൃശം. ബി സി ബൈ ഇ ഡി സമം എ സി ബൈ ഇ സി. 4/3 സമം എ സി ബൈ 5. എ സി സമം 20/3 സെൻറ്റിമീറ്റർ. എ ഇ ഘാതം 2 സമം ഇ സി ഘാതം 2 പ്ലസ് എ സി ഘാതം 2 സമം 5 ഘാതം 2 പ്ലസ് 20/3 ഘാതം 2 സമം 25 പ്ലസ് 400/9 സമം 625/9. എ ഇ സമം 25/3 സെൻറ്റിമീറ്റർ. ഡി സി ഇ ഈസ്റ്റു എ സി ഈസ്റ്റു എ ഇ സമം 5:20/3:25/3 സമം 15:20/25 സമം 3:4:5.